എല്ലാവർക്കും നമസ്കാരം. മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. റീഡിങ്സിലേക്ക് കടക്കാം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Six of Swords, Three of Wands, Temperance, Eight of Wands, Seven of Cups, Ten of Cups. Eight of Wands and Seven of Cups energy നിങ്ങളെ സംബന്ധിച്ചിടത്തോളം Six of Swords and Seven of Cups energy നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഒരു മുന്നേറ്റം കാണുന്ന സമയമാണ്. കുറച്ചധികം നാളായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യം അതായത് ഒന്നും മുന്നോട്ടേക്ക് നീങ്ങുന്നില്ല എന്നുള്ളൊരു ചിന്തയിൽ അല്ലെങ്കിൽ ആ ഒരു വിഷാദത്തിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്നുള്ള ഒരു മാറ്റമായിരിക്കും ഈ ഒരു മാസം. കാര്യങ്ങൾ കുറച്ചധികം നാളുകൾ അല്ലെങ്കിൽ മാസങ്ങളായിട്ട് ഒരു നീക്കുപോക്കും ഇല്ലാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോയി തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും മുന്നോട്ടേക്ക് പോകുന്നതിൻ്റെ ഒരു ആശ്വാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നൊരു സമയമാണ് ഈ ഒരു മാസം. പല കാര്യങ്ങളും നിങ്ങളുടെ ചിന്താഗതികൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ മറ്റുള്ളവർ പറയുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം അവരുടെ ചിന്താഗതിക്ക് ഒത്തുപോകുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കില്ല നിങ്ങൾ പറയുന്നത്. ചില ആളുകൾക്ക് ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ജോലിയിൽ ഉള്ള ചില കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കും, ജോലി സ്ഥലത്ത് ഇങ്ങനെയായിരിക്കും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളായിട്ട് അത് ഇങ്ങനെയല്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാട് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ. പക്ഷെ ഇതെങ്ങനെയാണോ കാലങ്ങളായിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് മാറാൻ ചില ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും. മാറ്റം അനുവദിച്ചു കൊടുക്കാനോ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കാനോ ആഗ്രഹിക്കാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതകൾ കുറവാണ്. അതിപ്പോൾ ഓഫീസ് സാഹചര്യമാണെങ്കിലും വീട്ടിലെ സാഹചര്യത്തിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിൽ പ്രത്യേകിച്ച് പഴയ ചിന്താഗതിയും കാര്യങ്ങളും ഒക്കെയുള്ള ആളുകൾ, പ്രായമായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച്, അതായത് നിങ്ങളുടെ ഒരു മുത്തശ്ശനോ മുത്തശ്ശിയോ ആ പ്രായത്തിലോ അല്ലെങ്കിൽ അച്ഛനമ്മമാർ പഴയ ചിന്താഗതി കാത്തു സൂക്ഷിക്കുന്നവരാണെങ്കിലും ഓക്കെ, അങ്ങനെയുള്ള ആളുകളെ മാറ്റാനായിട്ടുള്ളൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയായിട്ട് ഒത്തുപോകാൻ പറ്റാത്തതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ കുടുംബത്തിലും നിങ്ങളുടെ ജോലി സ്ഥലത്തും ഒക്കെ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങളുടെ ചിന്താഗതി ഇപ്പോഴത്തെ കാലത്തിനോ അല്ലെങ്കിൽ മുന്നോട്ടേക്ക് വരുന്ന കാലത്തിനും ഉതകുന്ന രീതിയിലേക്കായിട്ട് മാറുന്നു എന്നുള്ളത് ചില ആളുകൾ അക്സെപ്റ്റ് ചെയ്തെന്ന് വരില്ല. അപ്പോൾ അതേപോലെ തന്നെ 3 of Wands and 8 of Wands എനർജിയാണ്. അവസരങ്ങളൊക്കെ ഒത്തിരി വരുന്ന സമയമാണ്. അപ്പോൾ അവസരങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളായിട്ട് ഒരു അവസരം തേടി പോകേണ്ടി വരുന്ന ഒരു സാധ്യത കാണിക്കുന്നില്ല. അതായത് നിങ്ങളായിട്ട് തേടിപ്പോയി കഷ്ടപ്പെട്ട് അവസരം സൃഷ്ടിക്കുക എന്നുള്ളതല്ല, അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒത്തിരി പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളത് ഒത്തിരി തൃപ്തികരമായിട്ടുള്ള രീതിയാണ്. പിന്നെ ജോലി സംബന്ധമായിട്ട് ഇപ്പോൾ ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ പുതിയ ജോലിക്കുള്ളൊരു സാധ്യത ഈ ഒരു മാസം സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഒത്തിരി ജോലി അന്വേഷിച്ച് അലഞ്ഞിട്ട് അതേപോലെ ഒത്തിരി ഇൻ്റർവ്യൂസ് കൊടുത്തു, ഇതൊക്കെ ആയിട്ടും ജോലി കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ലാത്തവർ, നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തിടത്ത് നിന്ന് തീരെ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലായിരിക്കും നിങ്ങൾക്കൊരു ജോലി ലഭിക്കുക. ഇപ്പോൾ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടാവും, തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാത്തൊരിടത്തോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് എങ്ങനെയെങ്കിലും ഒരു ജോലിയുടെ കാര്യം വരികയും നിങ്ങളൊരു തീരെ പ്രതീക്ഷയില്ലാതെ അപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന കാര്യത്തിനായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത്. അതേപോലെ അല്ലെങ്കിൽ ഒത്തിരി പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാൻ, പുതിയ പുതിയ
ആളുകൾ, സാഹചര്യങ്ങൾ, ഇതൊക്കെ കാണാനൊക്കെ ഉള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് അത് ഒത്തിരി തൃപ്തികരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നുള്ളൊരു മാറ്റം ആയതുകൊണ്ട് പല കാര്യങ്ങളും പെട്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പൊരുത്തപ്പെട്ട് വരാൻ ഒരു സമയമെടുക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം വളരെ പെട്ടെന്നാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നത് എന്നുള്ളത്. ആക്ഷൻ എടുക്കുന്ന സമയമാണ്, നിങ്ങളായിട്ട് ആക്ഷൻ എടുക്കുന്നു. അതേപോലെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ ആക്ഷനാണ് എല്ലായിടത്തും. അതായത് ഒരിടത്ത് ഇരിക്കുന്ന ഒരു സാഹചര്യമല്ല, പുതിയ പുതിയ കാര്യങ്ങൾ ആക്ഷൻ, നിങ്ങൾക്ക് ചുറ്റും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ ഒരു സ്ഥിരം ഒരേ ഇതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മാറ്റങ്ങൾ വരുമ്പോൾ, പല പല മാറ്റങ്ങൾ വരുമ്പോൾ അത് നല്ല രീതിയിൽ എടുക്കുകയാണെങ്കിൽ ആ മാറ്റങ്ങളെ നല്ല രീതിയിൽ അതിനെ അനുകൂലമായിട്ട് നിങ്ങളും മാറാൻ ശ്രമിക്കുകയാണ് എങ്കിൽ വളരെ നല്ലൊരു സമയമാണ് മുന്നോട്ടേക്ക് വരുന്നത്. ടെമ്പറൻസ് എനർജി ആൻഡ് 7 ഓഫ് കപ്സ് എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ മുമ്പിലേക്ക് പുതിയ അവസരങ്ങൾ തീർച്ചയായിട്ടും വരുന്നുണ്ട്. ആ അവസരങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസരമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ജീവിതം എങ്ങനെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന സാഹചര്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ലൈഫ് ഒരു പരിധി വരെ നിങ്ങളുടെ ജീവിതം നിങ്ങളെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന സമയം എന്ന് പറയാം. ഇപ്പോൾ ജോലിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ജോലി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വർക്കഹോളിക് ആയിരിക്കും. ഹാർഡ് വർക്കിംഗ് എന്നതിൻ്റെ അപ്പുറത്തേക്ക് വർക്കിംഗ് ടൈം കഴിഞ്ഞാലും കൂടുതലായിട്ട് സമയം ജോലിയിൽ ചിലവഴിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ജോലിയോട് അമിതമായിട്ടുള്ള ആത്മാർത്ഥത കാണിക്കുന്ന തരത്തിലുള്ള ആളുകൾ, ഫാമിലിയെ പാടെ അവഗണിക്കുന്ന, അതായത് ചില ആളുകൾ ഇപ്പോൾ പറയുന്ന പോലെ കൂടുതൽ സമയം ജോലിയിൽ ചിലവഴിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ധനം സമ്പാദിക്കുക, അല്ലെങ്കിൽ അവർക്ക് ചിലവിന് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിലെ ചിന്തയിൽ നിന്ന് മാറി അവരോടൊപ്പം സമയം ചിലവഴിക്കുക എന്നതുകൂടി ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളും ചിലവ് ചുരുക്കുന്ന, അല്ലെങ്കിൽ ഇതുവരെ അതായത് കാലത്തിനൊത്തതിനേക്കാൾ കൂടുതൽ ചുറ്റുപാടുമുള്ള ആളുകളുടെ ചിന്താഗതിക്കൊത്ത് ജീവിക്കുന്നവർ. ഇപ്പോൾ സ്കൂള് കാര്യങ്ങൾക്ക്, ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ സ്കൂള്, തൊട്ടടുത്ത വീട്ടിലെ ആളുകൾ അല്ലെങ്കിൽ അവർ വിടുന്ന അതേ സ്കൂളിൽ അതേ ഫീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറമാണെങ്കിൽ കൂടിയും പല പല കാര്യങ്ങൾ, ഡ്രസ്സാണെങ്കിലും എല്ലാ കാര്യത്തിലും മറ്റൊരാളെ നോക്കി അവരുടെ ഇതിനനുസരിച്ചിട്ട് എങ്ങനെ ജീവിക്കാം എന്നുള്ളത് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ എന്നുള്ളൊരു ചിന്ത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ചിന്ത ഭയങ്കരമായിട്ടും ഉണ്ടായിരുന്നു എങ്കിൽ അതൊക്കെ നിങ്ങൾ മാറി ചിന്തിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ സമ്പാദ്യത്തിനനുസരിച്ചിട്ട് കൂടുതൽ സമയം കുടുംബത്തോടൊപ്പം സന്തോഷകരമായിട്ട് ചിലവാക്കുക, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ജീവിതത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 3 ഓഫ് വൺസ് എനർജി ആൻഡ് 10 ഓഫ് കപ്സ് ആണ്. അപ്പോൾ കൂടുതൽ സമയം ഫാമിലിയായിട്ട് ചിലവഴിക്കുക, ജോലിയിലുള്ള സമയം അതായത് ലൈഫിലൊരു ബാലൻസ് കാണിക്കുന്നുണ്ട്. ഫാമിലിയും പ്രൊഫഷനും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ചില ആളുകൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന അവരാണ് എങ്കിൽ നിങ്ങൾക്ക് അമിതമായിട്ടുള്ളൊരു ജോലി ഭാരം എന്നുള്ള രീതി, അല്ലെങ്കിൽ ഒത്തിരി സമയം, ഇപ്പോൾ രാത്രി ചിലപ്പോൾ 8, 8:30, 10 അതായത് ഒത്തിരി സമയം, ഒരു 5 മണി, ഒരു 6:30, 7 ആ ഒരു ടൈമായിരിക്കും പതിവായിട്ട് വരുന്ന. അല്ലാത്ത സമയങ്ങളിൽ അതിലും കൂടുതൽ സമയം, അല്ലെങ്കിൽ ഓവറായിട്ട് ഇരിക്കേണ്ടി വരുന്ന സാഹചര്യം ചില പ്രത്യേക ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വീട്ടിലായിട്ട് സമയം ചെലവഴിക്കാൻ തീരെ ഇല്ല, അല്ലെങ്കിൽ കുട്ടികൾ, കുടുംബം, അതിന് തീരെ സമയം ഇല്ലാതിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ ജോലി രാജിവെക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഒരു 2 പേർക്കും ജോലി ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും നടക്കുന്നു എന്ന് പറയുന്നിടത്ത് പല ചിലവുകളും നമ്മളായിട്ട് എടുക്കുന്നത് മറ്റുള്ളവർ, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള തന്നെ ആളുകളായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം അച്ഛനമ്മമാരായിരിക്കാം, നിങ്ങൾ തന്നെ ചിന്തിക്കുന്നതായിരിക്കാം. ഒരു വീട് നിങ്ങൾക്ക് വേണം, 3 പേരുള്ളൊരു ഫാമിലിയാണ്, അല്ലെങ്കിൽ 4 പേരുള്ള ഫാമിലി ആണെങ്കിൽ എത്ര ബെഡ്റൂം, അല്ലെങ്കിൽ എങ്ങനത്തെ ഒരു വീടാണ് ആവശ്യം, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു 2 നില ആ ഒരു സങ്കല്പം, ആ ഒരു ചിന്താഗതി അതിൽ തന്നെ നിൽക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറയും എന്നുള്ളൊരു ഇതിൽ നിന്ന് മാറി മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതിയിലേക്കൊക്കെ ചില ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം
ഈ ഒരു മാസം എന്ന് പറയുന്നത് വളരെയധികം ലളിതമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഇനി ജോലിക്ക് പോവാത്തവരാണ് എന്നുള്ളവരാണെങ്കിൽ കൂടിയും നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും നിങ്ങൾ പണ്ട് പഠിച്ച കാര്യങ്ങളെക്കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ എന്നുള്ളൊരു സാഹചര്യം, അതായത് അറിവ് നേടുക എന്ന് പറയുന്നത് ജോലിക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ പഠിക്കുന്നത് ജോലിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എന്നുള്ളൊരു ചിന്തയിൽ നിന്നും പുറത്ത് കിടക്കുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് ചില ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് ഹോം സ്കൂളിങ്ങിലേക്ക് പോകാനുള്ള ചാൻസസ് ചില ആളുകൾ സൂചിപ്പിക്കുന്നു. അങ്ങനെ പല പല വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നതായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് ഒരു മാറ്റമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.